guys, so we are Suhaila Nizam living in Germany and welcome back to our YouTube channel. ഇന്നത്തെ വ്ളോഗ് പെരുന്നാളായിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. ഇവിടെ ചിലപ്പോൾ മിക്കവാറും അടുത്ത ആഴ്ച സൺഡേ ആയിരിക്കും പെരുന്നാളാവാൻ ചാൻസ്. എന്നാലും നിലാവ് കാണുന്ന പോലെ ഇരിക്കും. ചിലപ്പോൾ സൺഡേ അല്ലെങ്കിൽ മൺഡേ ആയിരിക്കും. അപ്പോൾ നമുക്കിനി അതിന് മുന്നേ ആകെ ഉള്ള വീക്ക് ഇതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങിന് എക്സൈറ്റഡ് ആണ്. അറിയില്ല എടുക്കുമെന്നൊന്നും അറിയില്ല, എന്തായാലും പോയി നോക്കണം. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. ഇത് നമ്മൾ രണ്ടുപേരും കൂടെ കല്യാണം കഴിഞ്ഞ് 3 വർഷമായി ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോണ പെരുന്നാളാണ്. സോ അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു സന്തോഷമുണ്ട് ഇത്തവണത്തെ പെരുന്നാളിന്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഇപ്പോൾ ഒരു ഉച്ചയായി. ഇന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ജാക്കറ്റൊന്നും ഇല്ലാണ്ട് പുറത്തിറങ്ങിയേക്കണത്. ഇവിടെ നല്ലോണം വെയിലായി തുടങ്ങിയിട്ടുണ്ട്. സ്പ്രിങ് ഇന്നലെ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളിവിടെ അടുത്തൊരു ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ് പോണത്. ഇപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരിച്ച് വരെയും വേണം, നോമ്പ് എടുക്കാനുള്ളതാണ്. എന്തായാലും അപ്പോൾ ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് സെൻറ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എത്രത്തോളം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും എന്നൊന്നും അറിയില്ല, ബട്ട് വി വിൽ ട്രൈ. സോ ഇഫ് യു ആർ വാച്ചിങ് ഫോർ ദ ഫസ്റ്റ് ടൈം പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോട്ടേട്ടാ, പോയി കുറച്ച് കാശ് പൊട്ടിക്കട്ടെ. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ട്രാം സ്റ്റേഷനിലേക്കാണ് പോയത്. ഇവിടെ നിന്നൊരു 20 മിനിറ്റ്സ് ഉള്ളൂ. ഡയറക്റ്റ് ട്രാമും ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രാം സ്റ്റേഷനിലെത്തി. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ട്രാംസ് യൂഷ്വലി ഒരു 5-10 മിനിറ്റ്സിൽ വരേണ്ടത് 20-25 മിനിറ്റ്സിലാണ് വരാറ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ആൾക്കാർ താഴെ നിൽക്കുന്നുണ്ട്. നല്ല തിരക്കുമായിരുന്നു നമ്മൾ നോയ്മാട്ടിൽ എത്തിയപ്പോൾ. ഇപ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര റഷായിരുന്നു. ഇവിടെ യൂഷ്വലി സാറ്റർഡേ സൺഡേ എല്ലായിടത്തും അവധി ആയതുകൊണ്ട് സാറ്റർഡേസൊക്കെ ആൾക്കാർ പുറത്തിറങ്ങും. നമ്മളെപ്പോഴും ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് പോകുന്നത് പ്രിമാർക്കിലേക്കായിരിക്കും. ബിക്കോസ് അതാണ് നമ്മുടെ ഈ ട്രാം സ്റ്റേഷൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഷോപ്പ്. എനിക്കിങ്ങനെ ഷോപ്സിലൊക്കെ പോയി ഇങ്ങനെ പുതിയ പുതിയ ഡ്രസ്സ് കളക്ഷൻസൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളൊന്നും വാങ്ങിയില്ലെങ്കിൽ ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതായത് അന്നത്തെ ദിവസം എന്തൊക്കെയോ നമ്മൾ കാര്യമായിട്ട് ചെയ്തുള്ളൊരു ഫീൽ കിട്ടും. പക്ഷേ കൂടെ വന്ന ആൾക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല ഈ വിൻഡോ ഷോപ്പിംഗ്. എന്നാലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണ ഒരു കാര്യമാണ്. അപ്പോൾ ജർമ്മനിയിൽ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഷോപ്പാണ് പ്രിമാർക്ക്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ തരം കളക്ഷൻസും മെൻ വിമനൊക്കെ അവിടെ കിട്ടും. അത്യാവശ്യം വലിയ സ്റ്റോറും ആയിരുന്നു ഇവിടെ. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വന്ന കുറേ കളക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ എടുക്കാനുള്ള രീതിക്ക് ഇഷ്ടമൊന്നും ആയില്ല. ശരിക്കും വിമൻ സെക്ഷനിലേക്ക് പോകണം. ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് വിമൻസിൻ്റെ ഉള്ള സെക്ഷനാണ്. ഇവിടെ എല്ലാ തരം കളക്ഷൻസും ഉണ്ട്. അതായത് ഫോർമൽസ്, ഇൻഫോർമൽസ്, സമ്മർ വെയർ, അങ്ങനെ ഇപ്പോൾ കൂടുതലും സമ്മർ സീസൺ ആയതുകൊണ്ട് കൂടുതൽ വന്നേക്കുന്ന കളക്ഷൻസ് മൊത്തം സമ്മർ വെയറാണ്. കളറില്ലേ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഭയങ്കര വലുതാ. എനിക്ക് പൊക്കമില്ലാത്തതുകൊണ്ട് നല്ല നീളം. ഞാൻ ഇതാണ് പെരുന്നാളിന് എടുക്കുന്നത്. ഇവിടെ പ്രിമാർക്കിൽ ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞ മറ്റേ ജീൻസാണ് നോക്കുന്നത്. അപ്പുറത്തോട്ട് പോകും. നല്ല ക്യൂട്ടല്ലേ കാണാൻ. ക്രിസ്മസ് എന്തെങ്കിലും വാങ്ങിയായിരുന്നു, നല്ല രസം. ഇപ്പോൾ ഇവിടെ വേറെ സാധനങ്ങളൊക്കെ അല്ലേ ഇരുന്നിക്കൂ, അതൊക്കെ അവർ മാറ്റിയോ? ഗേൾസിൻ്റെ ഒന്നും സാധനങ്ങൾ കാണില്ലല്ലോ. കാര്യമായിട്ട് പറയാമെന്ന് വെച്ചാൽ അന്ന് ഇവിടെ വന്ന് കുറേ സാധനങ്ങൾ കണ്ടായിരുന്നു ഈ ഫ്ലോറിൽ. ഇപ്പോൾ ഇവിടെ ഫുള്ള് കുട്ടികളുടെ ആണല്ലോ.
എവിടെയാ? എനിക്കത് കണ്ടുപിടിച്ചിട്ട് വീഡിയോ എടുത്താൽ മതി. അടിപൊളിക്കോ, ഇതൊരെണ്ണെടുത്തോ. മൂടിയല്ലമ്പ. ഇവിടെ നമുക്കിങ്ങനെ പല പല ലെറ്റേഴ്സിലുള്ള മാല, ലോക്കറ്റ്സ് ഒക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ എന്നുള്ള ലെറ്റർ തപ്പി 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 കിട്ടിയത് ഇതാണ്. ഇവൻ പറയണ ഇത് വാങ്ങാൻ, പക്ഷെ ഇത് കഴുത്തിലിടാൻ പറ്റില്ല, അത്ര വെയിറ്റ് ഉണ്ട് ഇതിന്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ റിജക്ട് ചെയ്തു. നമ്മുടെ വാക്കിന് വിലയൊന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെ പറയരുത്. വേറെ എന്നെ എടുത്താ നല്ല ക്യൂട്ട് ഒക്കെ കണ്ടു, നല്ല ക്യൂട്ട് ചെയിൻ, എന്നിട്ട് 3 ലോക്കറ്റ്സ് ഒക്കെ. വേറെ ഒന്നല്ല, എന്നെ ഡിമാൻഡ് കൂടുതലാണ്, അതുകൊണ്ട് സാധനം ഇവിടെ ഇല്ല, തീർന്നു. അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. GDB എന്താന്നറിയില്ല, ആ എന്നല്ലാതെ വേറൊരു എന്നെ ഇവിടെ ഇല്ല. സി ഒക്കെ എന്ത് നൈസാന്ന് നോക്കിപ്പാ. സി എന്നിട്ട് അതിന്റെ മുകളിലൊരു വേറെ ലെയർ. വാച്ചുണ്ടല്ലേ, പക്ഷെ ഇതിന്റെ സ്ട്രാപ്പ് ഭയങ്കര തിന്നാ. എന്ത് വാച്ച് നല്ല ക്യൂട്ട്. എല്ലാ സാധനങ്ങളും എന്ത് രസമല്ലേ. 4 സെറ്റാ, പക്ഷെ ഭയങ്കര ക്യൂട്ടല്ലേ. നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നൈസായിരിക്കും. അങ്ങനെ നമ്മൾ 2-3 ഷോപ്സിലൊക്കെ കയറി, പക്ഷെ ഒരു പെരുന്നാൾ വൈബ് ഡ്രസ്സസ് ഒന്നും ഇവിടെ അങ്ങനെ കിട്ടാനില്ല മെയിനായിട്ട്. അടുത്ത കട റോങ് ഫ്ലോറിലാന്ന് തോന്നുന്നു. അവിടെ ഒരാൾ 16 Pro Max വാങ്ങാൻ പോവുകയാണ്. ഭയങ്കര വെയിറ്റ് ആണോ? അതുകൊണ്ട് വേണ്ടേ? കളർ കൊള്ളാം, സിൽവർ കൊള്ളാം. അതാ പറഞ്ഞ സിൽവർ അല്ലേ അത്. ആ സിൽവർ ഇതാന്ന് തോന്നുന്നു. വൈറ്റ് അല്ലേ? iPhone 16 Pro Maxൻ്റെ വെയ്റ്റും പ്രൈസും ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഫോണുകൾ കണ്ട് ആസ്വദിച്ച് അതെല്ലാം അവിടെ തന്നെ തിരിച്ചു വെച്ച് ഞങ്ങൾ ആ കടയിൽ നിന്ന് അങ്ങനെ ഇറങ്ങി. അപ്പോഴേക്കും ഈവനിങ് ആയിരുന്നു. പിന്നെ അധികം കടകൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള എനർജി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഫൈനലായിട്ട് ന്യൂയോർക്കറിലും കൂടെ കയറിയിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് നമ്മൾ വിചാരിച്ചു.
കൊള്ളാം. ഇനിയെങ്ങും ഷോപ്പിങ്ങിന് കയറില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് ഒരു ഡ്രസ്സും എടുത്തു. ബില്ല് ചെയ്യാൻ പോയി ഞാൻ വേഗം നിന്നു. നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഇത് ആക്ച്വലി നമ്മൾ ഷോപ്പിംഗ് തന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ലൊരു മഴക്കാറൊക്കെ ഉള്ളൊരു വെതറായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അതേ നല്ലൊരു മഴവില്ല്. ടൈം ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നാൽ കുക്കിംഗ് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി നമ്മളെവിടെ പോവാം? മണ്ടാലിയോ? ആ, മണ്ടാലി. ഫുഡ് വിശക്കുന്ന നോമ്പറക്കാൻ സമയം വിശക്കണമെന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഫുഡ് വാങ്ങാൻ പോകും. ഞങ്ങളൊരു വീഡിയോ കണ്ട് ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് ഈ കടയിലേക്ക് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു ആ വീഡിയോ കണ്ടിട്ടായിരിക്കാം നല്ലോണം തിരക്കായിരുന്നു. അതായത് ആ ഷോപ്പിലേക്ക് കയറാൻ പോലും പറ്റില്ല, അതിന് മാത്രം ആൾക്കാരായിരുന്നു പുറത്ത് തന്നെ. ആക്ച്വലി ഇവിടെ സൺഡേ സാറ്റർഡേ ആയതുകൊണ്ടും ഇഫ്താറിൻ്റെ സമയമായതുകൊണ്ടും ഇവിടെ റിസർവേഷൻ ഉണ്ടെന്ന് പിന്നെയാണ് മനസ്സിലായത്. അവിടെ നിന്ന് അകത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ 10 മണി വരെ ഇവിടെ നിന്നൊന്നും ഇവർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ആവട്ടെ ഇവിടം വരെ വന്നതല്ലേ വിചാരിച്ച് നമ്മൾ വേഗം തന്നെ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയി. അവിടെ നിന്ന് പിന്നെ ഷവർമ വാങ്ങിയിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ പോയി നിന്നപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കടയാണെങ്കിൽ നല്ലോണം വെയിറ്റിംഗ് ടൈം. പിന്നെ നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ വാങ്ങിയിട്ടേ പോകുന്നുള്ള അതേ മൈൻഡ് ആയതുകൊണ്ട് പിന്നെ എത്ര സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരുന്നു. നമ്മൾ അങ്ങനെ രണ്ടുപേരും അവിടെ ഇങ്ങനെ അവർ ഉള്ള എല്ലാ പാഴ്സലാക്കണം എന്ന് നോക്കി അങ്ങനെ അവിടെ തന്നെ അങ്ങ് നിന്നു. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമുക്ക് നമ്മുടെ സാധനം കിട്ടി. നമ്മൾ വേഗം തന്നെ വീട്ടിലോട്ടേക്ക് വിട്ടു. എന്തെന്നത് ചിലർ ഭയങ്കര ഹാപ്പിയാണ്, ചിലർ സന്തോഷത്തിലാണ്. എന്തെന്ന് കിട്ടിയേ? നമ്മൾ ആക്ച്വലി വേറെ ഫുഡ് കഴിക്കാനാണ് പോയെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പിന്നെ ഷവർമ വാങ്ങിയിട്ട് വരുന്നത്. അതുകൊണ്ട് കുറേ നാൾക്ക് ശേഷം ഷവർമ കഴിക്കുന്നതിൻ്റെ സന്തോഷമാണ് ഇങ്ങേരുടെ മുഖത്ത് നിങ്ങൾ കാണുന്നത്. വീട്ടിൽ കയറുന്നതിന് മുന്നേ വേഗം അടുത്ത് തന്നെ ഒരു അൽഡി എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങി. കാരണം നാളെ സൺഡേ ആണല്ലോ. അപ്പോൾ പിന്നെ ആസ് യൂഷ്വൽ ഇവിടെ കടകൾ ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെയാണ് ഓർത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അങ്ങനെ ഒരു ക്വിക്ക് ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മളങ്ങനെ പിന്നെ വീട്ടിലോട്ട് നടക്കുകയാണ്. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ ഭയങ്കര രസമായിട്ട് ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട്. റമദാൻ ആയതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു വലിയ മോസ്കും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നോമ്പ് തുറക്കണം. ഇവിടെ ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് നോമ്പ് തുറക്കാൻ ഒരു 7 മണിയൊക്കെ കഴിയും. ലേറ്റായിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഷവർമ വാങ്ങിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ വേഗം തന്നെ നോമ്പ് തുറന്നിട്ട് ഷവർമ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഷവർമ നല്ല അടിപൊളിയായിരുന്നു. നന്നായിട്ട് വിശന്നിരിക്കണോണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത വ്ളോഗായി കാണുന്നത് വരെയും ബൈ ബൈ.